بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وقد نزل عليكم في الكتاب أن إذا سمعتم آيات الله يكفر بها ويستهزأ بها فلا تقعدوا معهم حتى يخوضوا في حديث غيره إنكم إذا مثلهم إن الله جامع المنافقين والكافرين في جهنم جميعا. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അവൻ്റെ ദീനിനെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ഒരുമിച്ചിരിക്കുന്ന നമുക്ക് സദാസമയവും അവൻ്റെ അനുഗ്രഹം അവൻ നമുക്ക് നൽകി തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. സ്വഭാവ സംസ്കരണത്തിനെ കുറിച്ചുള്ള ഏതാനും വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം കേട്ട് മനസ്സിലാക്കിയത്. ഇന്ന് നമ്മിലൊക്കെ പലപ്പോഴും സംഭവിച്ചു പോകുകയും നിസ്സാരമായിട്ടെടുക്കുന്ന ഒരു വിഷയം, ഒരു മുസ്ലിം എങ്ങനെയാണ് ആ വിഷയത്തെ നോക്കിക്കാണേണ്ടത് എന്നതാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. പലരെക്കുറിച്ചും നമ്മൾ
വിലയിരുത്തുന്നത് അവൻ്റെ സംസാരങ്ങളിലൂടെയാണ്. അവനോടൊപ്പം യാത്രകൾ ചെയ്യുമ്പോൾ, അവൻ്റെ കൂടെ ഒരമണിക്കൂർ ഇരിക്കുമ്പോൾ അവൻ ഏത് രീതിയിലാണ് സംസാരിക്കുന്നത് എന്ന് നോക്കിയിട്ട് നമ്മൾ പറയും, അവൻ എന്ത് വലിയ എത്ര നിലവാരത്തിലുള്ള ജോലി അറിയുന്നവനായിട്ടെന്താ, എത്ര ഉന്നതങ്ങളിൽ ബന്ധമുള്ള വ്യക്തിയായിരുന്നിട്ട് എന്ത് കാര്യമാണ്. അവൻ്റെ സംസാരം ഈ പറയുന്ന എല്ലാ വിലയും കുറയുന്ന രീതിയിലാണ് അവൻ്റെ സംസാരം. നമ്മളൊക്കെ നമ്മുടേതായ സാഹചര്യങ്ങളിൽ പറയുന്ന വർത്തമാനങ്ങളാണിത്. ഇസ്ലാമിയൊരു മേഖല അഥവാ ഒരാളുടെ സംസാരം നിയന്ത്രിക്കാൻ കഴിയാതെ അമിതമായി തമാശകൾ പറയുന്ന ആളുകളെക്കുറിച്ച് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഒരു മുസ്ലിമിനെ ബോധവൽക്കരിച്ച കാര്യങ്ങൾ കേൾക്കുമ്പോൾ എത്രത്തോളം ഇസ്ലാം എല്ലാ മേഖലകളിലും ഇടപെട്ടു എന്ന് സഹോദരങ്ങളെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതെങ്കിലും മനുഷ്യൻ്റെ ജീവിതം പോലെയല്ല മുസ്ലിമീങ്ങൾ. കൃത്യമായ ലക്ഷ്യമുണ്ട്. എന്നെ കാണുന്നവനാണ് അല്ലാഹു, എന്നെ കേൾക്കുന്നവനാണ്, എന്നെ അറിയുന്നവനാണ്, ആ റബ്ബിൻ്റെ മുമ്പിൽ ഇരിക്കേണ്ടവനാണ്, സ്വർഗീയ ലോകം ലക്ഷ്യമാക്കി മുന്നോട്ട് ജീവിക്കേണ്ടവനാണ് ഞാൻ എന്നുള്ള ബോധം ഒരു മുസ്ലിമിലുണ്ടാകുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു സമയം പോലും അമിതമായ തമാശകൾ പറഞ്ഞ് കളികളിലും തമാശകളിലും മുഴുകി ജീവിതം തള്ളി തീർക്കുന്നവനല്ല ഒരു മുസ്ലിം. മറിച്ച് അവൻ്റെ ജീവിതം ഗൗരവമേറിയതാണ്, വിലപ്പെട്ടതാണ് എന്ന് അവന് ബോധ്യമാകും. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ അത് ചോദിക്കുന്നുണ്ട് മനുഷ്യരോട്, മനുഷ്യരെ അതദ്ഹകൂന വലാ തബ്കൂൻ, ജീവിതം എന്തെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം അതിൽ തകരാറുകളുണ്ട് എന്ന് നിങ്ങൾക്കറിയുന്നവരല്ലേ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ കുറവുകൾ നിങ്ങൾക്കേറെയായിട്ട് നന്നായിട്ട് നിങ്ങൾക്കറിയാം. ഇതൊക്കെ അറിയുന്നവരായിട്ടും അതദ്ഹകൂന, നിങ്ങൾ ചിരിക്കുന്നവരാണോ? പിന്നെയും പിന്നെയും ചിരിക്കുകയാണോ നിങ്ങൾ? തുല്ലസിച്ച് ദുനിയാവിൻ്റെ പിന്നാലെ പോയി ഇതേപോലെയുള്ള അടിച്ചുപൊളിച്ചുള്ള ജീവിതം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അമിതമായ തമാശകളുമായി കൂടുകയാണോ, ചിരിക്കുകയാണോ? വലാ തബ്കൂൻ, നിങ്ങൾ കരയുന്നില്ലേ എന്ന് അള്ളാഹ് ചോദിക്കുന്നു. നമ്മുടെയൊക്കെ ആഖിറത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമ്മൾക്കിവിടെ ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാർ ചോദിക്കുന്നുണ്ട്, നിനക്ക് അത്ഭുതം തോന്നുന്നില്ലേ ഒരു മനുഷ്യനെ കുറിച്ച്? പടച്ചറപ്പിൻ്റെ സ്വർഗീയ ലോകത്ത് വെച്ച് ഒരാളിങ്ങനെ കരയുകയാണ്. ആ കരയുന്ന മനുഷ്യനെ കാണുമ്പോൾ നിനക്ക് അത്ഭുതം തോന്നുമോ? അദ്ദേഹത്തോട് പറഞ്ഞു ആളുകൾ, അതെ, തീർച്ചയായും ഞങ്ങൾക്ക് സ്വർഗത്തിലിരുന്ന് കരയുന്ന മനുഷ്യനെ കാണുമ്പോൾ അത്ഭുതം തോന്നാതിരിക്കില്ല. അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്, ഈ ദുനിയാവിൽ ചിരിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ എനിക്കിതാ തോന്നുന്നത്, ആ സെക്കൻഡ് കൊണ്ട് അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ ഭാവി ജീവിതം അവനെ കരയിപ്പിക്കുന്നതാണ്, അത്ര ഗൗരവമുള്ളതാണ്. ആ ഗൗരവം നിറഞ്ഞ ജീവിതത്തെക്കുറിച്ച് ഓർക്കാതെ ഈ എപ്പോഴാണ് നശിക്കുന്നത് എന്നറിയാത്ത ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ തമാശകളുമായി കഴിയുന്ന മനുഷ്യനെ കാണുമ്പോൾ എനിക്ക് ആ സ്വർഗത്തിലിരുന്ന് കരയുന്ന മനുഷ്യനേക്കാൾ അത്ഭുതം തോന്നുകയാണ്. എങ്ങനെ കഴിയുന്നു ഈ ദുനിയാവിൽ ഈ മനുഷ്യർക്ക് തമാശകൾ പറഞ്ഞ് ചിരിക്കാനെന്ന് ഈ പണ്ഡിതൻ ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൗ തഅലമൂന മാ അഅലമു ലളഹിഖ്തും ഖലീലൻ വലബകൈതും കസീറ. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ വാചകം സത്യമാണത്. അവിടുന്ന് പറയുന്നു, ലൗ തഅലമൂന, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ അഅലമു, ഞാൻ അറിയുന്നതൊക്കെ നിങ്ങൾക്കും അറിയുമായിരുന്നുവെങ്കിൽ, ലളഹിഖ്തും ഖലീല, കുറച്ചേ നിങ്ങൾ ചിരിക്കുകയുള്ളൂ, വലബകൈതും കസീറ, ധാരാളം സമയങ്ങളിലും നിങ്ങൾക്ക് കരയാനാ തോന്നുക. പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കുക, നമ്മുടെ ആഖിറത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കറിയാം ഫലം ശൂന്യമാണ്, ഒന്നുമില്ല. നാളേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല. കൈകളിലൊന്നുമില്ലാതെ ഒരുപാട് ആളുകൾ
അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പോയോ? നമുക്കറിയാം ഓരോരുത്തരെ കുറിച്ചും, അല്ലേ? മരണത്തിൻ്റെ വാർത്തകൾ അത് കാണുമ്പോൾ, കേൾക്കുമ്പോൾ, അറിയുമ്പോൾ നമ്മൾ ഞെട്ടുന്നു. 2 ദിവസം കൊണ്ട് നമ്മൾ മറന്നു പോകുന്നു. എനിക്കേറെ പ്രിയപ്പെട്ടവൻ, എനിക്കേറെ ബന്ധമുള്ളവൻ, അവരൊക്കെ എന്നിൽ നിന്ന് യാത്രയായി കഴിഞ്ഞു. എവിടേക്ക്? കൊട്ടാരങ്ങളിൽ നിന്ന് മണ്ണിനടിയിലേക്ക് അവർ പോയി. ഒരു ദിവസം, ഒരു രാത്രി, ഒരു മണിക്കൂർ പോലും അവൻ്റെ കൂടെ, ആ വ്യക്തിയുടെ കൂടെ, ആ സഹോദരിയുടെ കൂടെ ഭാര്യയോ ഭർത്താവോ മക്കളോ കുടുംബക്കാരോ ഖബറിന്റെ സമീപത്തിരിക്കാൻ ഒരാൾക്കും നേരമില്ല, സമയമില്ല, കഴിയില്ല. ഇരുന്നിട്ട് ഫലവുമില്ല. നമ്മുടെ ആഖിറത്തിന്റെ അവസ്ഥയും ഇത് തന്നെയാണ് സഹോദരങ്ങളെ. ഇതോർത്തുകൊണ്ട് കരയുന്ന മനുഷ്യരാകേണ്ടവരായിരുന്നു, മുസ്ലിമാകേണ്ടവരായിരുന്നു നമ്മളൊക്കെ. പക്ഷേ റസൂലുള്ളാഹി പറയുന്നു, നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല, അല്ലേ? അങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയം കരയാനായിരുന്നു സമയം കണ്ടെത്തുക. നമുക്ക് ഈ ബോധം ഒന്നുമില്ല. ഏതോ അശ്രദ്ധയിൽ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ സ്വഭാവ സംസ്കരണത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ നല്ല ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്, ചില തർബിയത്തുകളുണ്ട്. അത് നമ്മൾ പഠിച്ചേ മതിയാകും. അമിതമായിട്ടുള്ള തമാശ നമ്മൾ ഒഴിവാക്കണം. നോക്കൂ, നിങ്ങൾ എന്തുകൊണ്ട് അമിതമായിട്ട് തമാശ പറയരുത് എന്ന് പറയുന്നു? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല തുക്സിറുൽ ലഹിക്, അമിതമായിട്ട് നിങ്ങൾ ചിരിക്കരുത്. എന്തേ? ഫഇന്ന കസറത്തുൽ ലഹിക് തുമീതുൽ ഖൽബ്, ധാരാളം ചിരിക്കുമ്പോൾ, ധാരാളക്കണക്കിന് നിങ്ങൾക്ക് ചിരി വരുമ്പോൾ, തമാശകൾ പറഞ്ഞ് ചിരി സഹിക്കവയ്യാത്ത അവസ്ഥകളിലാണ് നിങ്ങൾ എപ്പോഴുമെങ്കിൽ അത് നിങ്ങളുടെ കൽബിനെ മരിപ്പിച്ചു കളയും. അള്ളാഹിനെക്കുറിച്ച് ബോധം ഉണ്ടാക്കില്ല. എന്തും തമാശ, അല്ലേ? ഇത് കേൾക്കുമ്പോൾ ഈ പറയുന്നത് പോലും ഒരു തമാശയായിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. എത്ര ആളുകളുണ്ട്? 1 മണിക്കൂർ മുഴുവൻ വഅദ് കേട്ടാലും, ഉപദേശങ്ങൾ കേട്ടാലും, ഖുത്ബ കേട്ടാലും അതിലെ ആയത്തിന്റെ ഗൗരവത്തെക്കുറിച്ചല്ല ആ മനുഷ്യൻ ചിന്തിക്കുന്നത്. ഏതോ ഒരു വാചകത്തിന്റെ തെറ്റിനെ കുറിച്ച് ഓർത്ത് ചിരിക്കായിരിക്കും, അല്ലേ? ചിരിക്കുന്നൊരവസ്ഥയിലേക്കായിരിക്കും എത്രയോ ആളുകൾ. അല്ലാഹുവിന്റെ റസൂൽ താക്കീത് നൽകുകയാണ്, അമിതമായിട്ട് സഹോദരി സഹോദര ചിരിക്കരുതേ, കൽബിനെ അത് മരിപ്പിച്ച് കളയും. മുഅ്മിനിന്റെ കൽബ് അങ്ങനെ ചത്ത് കളയാനുള്ളതല്ല, മരിക്കാനുള്ളതല്ല. ജീവൻ വേണം ഏത് സമയത്തും. ആയത്തുകളും ഹദീസുകളുമാകുന്ന വെള്ളം നൽകിക്കൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ ജീവിപ്പിക്കുന്നവനായിരിക്കും മുസ്ലിം. മാത്രമല്ല, ഉഹൈബ് ഇബ്നുൽ വറദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈദുൽ ഫിത്തറിന്റെ അന്ന് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ചിരിക്കുന്നത് കാണുകയാണ്. പെരുന്നാൾ ദിവസം അമിതമായിട്ട് ചിരിക്കുമ്പോൾ ഈ ആളുകളെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറയാണ്, ഫഖാല ഇൻ കാന ഹൗല, ഈ ആളുകളൊക്കെ ആയിരുന്നുവെങ്കിൽ, അഥവാ അള്ളാഹ് പുറത്തു കൊടുത്ത ജനങ്ങളാണ് ഇവരൊക്കെ എങ്കിൽ, ഇവർ ഇത്രമാത്രം ചിരിക്കുന്നുവല്ലോ, ഇത്രമാത്രം സന്തോഷിക്കുന്നുവല്ലോ, അല്ലാഹു തആല പുറത്തു കൊടുത്ത നല്ലവനാണെങ്കിൽ ഫമാ ഹാദാ ഫഅലു ശാകിരീൻ, ഒരു നന്ദിയുള്ളവർക്ക് പറഞ്ഞതാണോ ഇങ്ങനെയുള്ള ചിരി? അല്ലേ? അള്ളാഹ് സ്വർഗം കൊടുത്തവരാണ്, അള്ളാഹ് പുറത്തു കൊടുത്തവരാണ്, ഇതെന്തൊരു ചിരിയ? അദ്ദേഹം പറയാണ്, ഇനി അതല്ല, അല്ലാഹു തആല പുറത്തു കൊടുക്കാത്ത തെറ്റുകാരാണ് ഈ ആളുകളെങ്കിൽ ഫമാ ഹാദാ ഫഅലുൽ ഖായിഫീൻ, പടച്ചോനെ പേടിക്കേണ്ട ആളുകൾ എന്തുമാത്രം വലിയ ചിരിയാണ് ചിരിക്കുന്നത്. രണ്ടും നമ്മൾക്ക് നമ്മുടെ ജീവിതവുമായി ഒന്ന് തട്ടിച്ചു നോക്കണം. അള്ളാഹ് എനിക്ക് കുറേ പുറത്തു തന്നവനാ, അള്ളാഹു എന്നെ അനുഗ്രഹിച്ചവനാ. അമിതമായി തമാശ പറഞ്ഞ് സമയങ്ങൾ കളയേണ്ടവനല്ല. സ്വർഗീയ ലോകത്ത് ആദ്യമായി കാലുകുത്തുന്നത് ഞാനായിരിക്കും. സ്വർഗത്തിന്റെ വാതിലിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കിയിട്ട് അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണെന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പാതിരാ നേരത്ത് കാലിൽ നീര് വരുമ്പോളം നമസ്കരിക്കുമ്പോഴും ആയിഷ ബീവി ചോദിച്ചില്ലേ, പ്രവാചകരെ, തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെട്ടവനാ, തെറ്റുകുറ്റങ്ങളിൽ സംഭവിക്കാത്തവനാ, സ്വർഗത്തിൽ ആദ്യമായി എത്തപ്പെടുന്നവനാ, മഅ്സൂമാണ് താങ്കൾ, എന്നിട്ടും എന്തിനാ ഇത്രയൊക്കെ കരഞ്ഞു കൊണ്ട് നിസ്കരിക്കുന്നത്? ആയിഷ നന്ദിയുള്ള അടിമയായി തീരണ്ടേ, അല്ലേ? അതാണ് നമ്മളിൽ
നമ്മൾക്ക് നൽകുന്ന പാഠം, നമ്മൾക്ക് പഠിക്കേണ്ട പാഠം. സ്വർഗത്തിൽ ആദ്യമായി കാലെടുത്ത് വെക്കുന്ന മഹാനായ റസൂലുള്ള ആ സന്തോഷം കൊണ്ട് പിന്നെ ഒരു അമലും ചെയ്യാതെ ആകെ കളിയും തമാശയുമായിട്ടിരിക്കലല്ല. നമ്മളോ വിചാരിച്ച ലക്ഷ്യം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഏത് വിഷയത്തിലും പിന്നീട് റെസ്റ്റ് എടുത്ത് തമാശയും സമയം തള്ളി നീക്കുന്ന ആളുകളാണല്ലോ അല്ലേ നമ്മളൊക്കെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മനുഷ്യൻ്റെ മനസ്സിനെ, മുസ്ലിമിൻ്റെ മനസ്സിനെ മരിപ്പിച്ച് കളയും, ഇല്ലാതാക്കി കളയും, ചിന്താശേഷിയെ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് തന്നെ അമിതമായിട്ട് നമ്മൾ തമാശ പറയരുത്, തമാശയിൽ ഏർപ്പെടരുത്. രണ്ടാമതായിട്ട് പണ്ഡിതന്മാർ പറയുന്നു, ഇത് ഗഫലത്തിലേക്ക് എത്തിക്കും. എപ്പോഴും തമാശ പറയുന്ന സ്വഭാവം ഗഫലത്തിലേക്ക് എത്തിക്കും. ഗഫലത്ത് എന്ന അശ്രദ്ധ, അതാണ് ഗഫലത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം. മുസ്ലിമീങ്ങൾ അശ്രദ്ധയിൽ ജീവിക്കേണ്ടവരല്ല, എപ്പോഴും ശ്രദ്ധയുണ്ടാകണം. അള്ളാഹുവിനെക്കുറിച്ച്, അവൻ്റെ പരലോകത്തെക്കുറിച്ച്, അവൻ്റെ ദീനിനെക്കുറിച്ച് കാണുമ്പോഴും കേൾക്കുമ്പോഴും പറയുമ്പോഴും എപ്പോഴും ഈ ശ്രദ്ധ വേണം. ഇത് അള്ളാഹ് കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. എന്നാലോ തമാശകൾ ഇങ്ങനെ കൂടി വരുമ്പോൾ പിന്നീട് അവൻ അള്ളയില്ല, റസൂലില്ല, ദീനില്ല, ഒന്നുമില്ല. ആളുകൾ ചിരിക്കണം എൻ്റെ സംസാരം കൊണ്ട്, അവൻ്റെ സംസാരം കേട്ട് ഞാനും ചിരിക്കണം. അതിൽ ആർക്ക് വേദനിച്ചാലും ആർക്ക് പ്രയാസമുണ്ടായാലും അവിടെ ചിരിക്കേ സ്ഥാനമുള്ളൂ. അതെന്തിനെക്കുറിച്ചും തമാശ പറയുന്ന ആളുകളുണ്ട്. ഞാൻ ആ വിഷയത്തിൻ്റെ ഗൗരവം അവസാനം പറയുന്നുണ്ട്. എന്തിനെക്കുറിച്ചും തമാശ, അത് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പോലും തമാശകൾ പറയുന്ന ആളുകളുണ്ട്. ഈ തമാശകൾ പ്രിയപ്പെട്ടവരെ അശ്രദ്ധയിലേക്ക് എത്തിക്കും. എത്രത്തോളം ഇത് സിഫത്തുൽ കാഫിരീനാണ്, കാഫിരീങ്ങളെ കുറിച്ചാണ് ഖുർആൻ ഈ വിഷയം സൂചിപ്പിച്ചത്. ഫവൈലുൻ യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ അല്ലദീന ഹും ഫീ ഖൗദിൻ യൽഅബൂൻ. സത്യനിഷേധികൾക്ക് പടച്ചറബിനെ കണ്ടുമുട്ടുന്ന പരലോകത്തിന്റെ ആ ദിവസം സത്യനിഷേധികൾക്ക് നാശമാണ്. ഏതാണ് ഈ സത്യനിഷേധി? അല്ലദീനഹും ഫീ ഖൗദിൻ യൽഅബൂൻ. അനാവശ്യങ്ങളിൽ മുഴുകുന്ന ആളുകൾ, കളിയിലും തമാശയിലും മുഴുകുന്ന ആളുകൾ, ഇവർക്ക് നാശമാണ്. അല്ലാഹ് പറഞ്ഞില്ലേ, ഫദർഹും യഖൂദു വയൽഅബു ഹത്താ യുലാഖു യൗമഹുമുല്ലദീ യുഅദൂൻ. നബിയെ, ഫദർഹും, ഈ ആളുകളെ വിട്ടേച്ചേക്ക്, ഈ ആളുകളെ വിട്ടേച്ചേക്ക്. യഖൂദു വയൽഅബു, അവർ തമാശ കളിക്കട്ടെ, കളിക്കട്ടെ, തമാശിക്കട്ടെ. ഹത്താ യുലാഖു യൗമഹുമുല്ലദീ യുഅദൂൻ, അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന ആ ദിവസം പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ ഇവരിങ്ങനെ തന്നെ കളിക്കട്ടെ. അള്ളാഹിനെ കാണുമ്പോൾ അറിയാം വഴിയെ. സുമ്മ ദർഹും ഫീ ഖൗദിൻ യൽഅബൂൻ, വിട്ടേച്ചേക്ക് നബിയെ അവരെ, അവർ പോകട്ടെ അതിൻ്റെ വഴിക്ക്. അല്ലേ? ആരെക്കുറിച്ചാണ് സഹോദരങ്ങളെ പറയുന്നത്? ആരെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൻ്റെ വചനങ്ങൾ ഓതിക്കൊണ്ട് വിശദീകരിക്കുന്നത്? നമ്മളാണോ നാം ഭയപ്പെടുക? ഇന്ന് തമാശകൾ, അത് പേജുകളിലൂടെ, അത് മെയിലുകളിലൂടെ, മെസ്സേജുകളിലൂടെ മനുഷ്യൻ്റെ സമയം നീക്കാൻ തമാശകൾ ഇങ്ങനെ അധികരിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അല്ലേ? ഇതൊന്നും നമ്മളിൽ ഉണ്ടാകരുത്. നാളെയുടെ ലോകത്ത്, പടച്ചറബിന്റെ പരലോകത്ത് നരകത്തിന്റെ ഭീകരത, സഖർ എന്ന നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് ചോദിക്കും, മാ സലഖകും ഫീ സഖർ, എന്തിനാ ചങ്ങാതി ഈ സഖറിൽ നീ പ്രവേശിപ്പിക്കപ്പെട്ടത്? ഭയാനകമായ നരകം, ഈ നരകത്തിൽ എന്തേ നീ വലിച്ചെറിയപ്പെട്ടത്? ആദ്യമായിട്ട് അവർ പറയും, ഞങ്ങൾ നിസ്കരിക്കുന്നവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവസാനം പറയും, വകുന്ന നഖൂദു മഅൽ ഖായിദീൻ, ഞങ്ങൾ തമാശകൾ പറയുന്നവരോടൊപ്പമായിരുന്നു ദുനിയാവിൽ, കളിയും തമാശയുമായിട്ട് സമയം നീക്കിയവരായിരുന്നു ഞങ്ങൾ. എന്തേ പരലോകത്തെത്തുമ്പോൾ കിട്ടിയത്? പടച്ച റബ്ബിൻ്റെ ഭയാനകമായ ശിക്ഷ. എങ്ങനെ സാധിക്കും സഹോദരങ്ങളെ ഇതുപോലെയുള്ള ചിരി, അമിതമായിട്ട് ചിരിക്കാനും തമാശ പറയാനും? പണ്ഡിതന്മാർ പറയുന്നില്ലേ, സലഫുസാലിഹ്യങ്ങൾ പറയുന്നില്ലേ, നീ ഒരു ടെക്സ്റ്റൈൽസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നീ നിന്റെ ഭാര്യയെ കൂട്ടി, മക്കളെ കൂട്ടി, കൂട്ടുകാരെ കൂട്ടി ഒരുപാട് ചിരിയിലും തമാശയിലുമായി പെരുന്നാളിന് വസ്ത്രമെടുക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു സൽക്കാരത്തിന് വസ്ത്രമെടുക്കുമ്പോൾ, ഒരു വിവാഹ പാർട്ടിക്ക് പോകാൻ വേണ്ടി വസ്ത്രമെടുക്കുമ്പോൾ, അതെവിടെയാകട്ടെ, അത് വസ്ത്രമാകട്ടെ, എന്താകട്ടെ,
ഒരു ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നീ എങ്ങനെ ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നു? വലഅല്ല അക്ഫാനുക്, നിന്റെ കഫൻ പുടവ നീ പല വസ്ത്രങ്ങളും തെരഞ്ഞു നോക്കിയിട്ടില്ലേ? ആ റേക്കിനപ്പുറത്ത് നിനക്കൊരുക്കി വെച്ച കഫൻ പുടവ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. നീ അത് അറിഞ്ഞിട്ടില്ല. നിനക്ക് വേണ്ടിയാ അത് നെയ്ത്തുകാരിൽ നിന്ന് നെയ്തുണ്ടാക്കി കൊണ്ടുവന്നത്. പക്ഷേ ആ കഫൻ പുടവയുടെ താഴെയുള്ള വസ്ത്രമെടുത്ത് നീ പുറത്തേക്ക് ഇറങ്ങി. ആ കഫൻ പുടവയുടെ മുകളിലുള്ള വസ്ത്രമെടുത്ത് നീ പുറത്തേക്ക് ഇറങ്ങി. നീ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് നിന്റെ മരണം സംഭവിക്കുന്നു. നിന്റെ കൂട്ടുകാരോ കുടുംബക്കാരോ ആ കഫൻ പുടവ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു, നിന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്യാൻ. ഇത് നിന്റെ മുമ്പിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഒരുക്കി വെക്കപ്പെട്ട് കഴിഞ്ഞതാണ്. അതുകൊണ്ട് നിനക്ക് എങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നുവെന്ന് ഭാരതന്മാരായ സലഫു സാലിഹ്യങ്ങൾ ചോദിക്കുന്നു. സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കുക. അമിതമായ തമാശകളിൽ ഏർപ്പെടേണ്ടവരല്ല വിശ്വാസികൾ. അമിതമായ കളിയും തമാശയും ഒഴിവാക്കേണ്ടവരാണ് നമ്മൾ. തമാശ തീരെ പാടില്ല എന്നതല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. വിഷയത്തിൻ്റെ അവസാന ഭാഗം ഞാൻ അതും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. തമാശയാകാം. പണ്ഡിതന്മാർ കൃത്യമായും പഠിപ്പിക്കുകയാണത്. ഭക്ഷണത്തിൽ ഒരു ഉപ്പിനെ പോലെയായിരിക്കും മുസ്ലിമീങ്ങൾ തമാശകൾ പറയുന്നത്. തമാശയുടെ സ്ഥാനം വിശ്വാസികൾക്കിടയിൽ ഭക്ഷണത്തിലെ ഉപ്പ് പോലെയാണ്. ഒരുപാട് പണം മുടക്കി, ഒരുപാട് സമ്പത്ത് മുടക്കി, സമയം ചെലവഴിച്ചുകൊണ്ട് ഒരു നല്ലൊരു ഭക്ഷണം നാം പാകം ചെയ്തു കഴിഞ്ഞാൽ ആളുകൾക്ക് മുമ്പിൽ ആ ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ, ആ ആളുകൾക്ക് മുമ്പിൽ ആ ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു ഉപ്പിൻ്റെതായ അംശം ഒരൽപ്പം കൂടി പോയാൽ ആ ഭക്ഷണം ഒന്നിനും പറ്റാതെയാകുന്നു. ഇതുപോലെയാണ് തമാശ, അല്ലേ? സദസ്സിലാകാം, ആളുകൾക്ക് സന്തോഷിക്കാൻ, തർബിയത്ത് കിട്ടാൻ, മനസ്സിന് ഉത്സാഹം നൽകാൻ തമാശകളാകാം. പക്ഷേ അത് അമിതമാകരുത് എന്ന് പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിക്കുന്നു. എത്രത്തോളം പലപ്പോഴും നാം ശ്രദ്ധിക്കാതെ പോവുകയാണ്. ആമുഖമായി ഞാൻ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ ഐഡന്റിറ്റി തന്നെ, പേഴ്സണാലിറ്റി തന്നെ നഷ്ടപ്പെട്ടു പോകും അമിതമാകുന്ന തമാശ. വലിയ നിലവാരത്തിൽ ജീവിക്കുന്നവനാ, എവിടെയും കയറിച്ചെല്ലാൻ കഴിയുന്നവനാ, സ്വാധീനമുള്ളവനാ, വിഡ്ഢികളുടെ സദസ്സിൽ പോയിരുന്ന് അവൻ്റെ നിലയിലുള്ള അവൻ്റെതായ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാതെ അമിതമായിട്ട് എല്ലാവരോടും തമാശകൾ പറഞ്ഞാൽ ആ തമാശ ഇല തുല്ലത്തിൽ ഹൈബ, അവൻ്റെ ഗാംഭീര്യം കുറക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, നിന്നേക്കാൾ മുകളിലുള്ളവരുടെ കൂടെ പോയി നീ തമാശ പറയാൻ പാടില്ല, നിന്നേക്കാൾ താഴെയുള്ള വിഡ്ഢികളുടെ കൂട്ടത്തിലും പോയി തമാശ പറയാൻ പാടില്ല. നിനക്കൊരു നിലവാരമുണ്ട്, ആ നിലവാരമുള്ളവരുടെ കൂടെയായിരിക്കണം നീ ഇരിക്കേണ്ടത്, അല്ലേ? മുതിർന്നവരുടെ സമീപത്ത് പോയിട്ട് അവിടെ കയറി തമാശ പറഞ്ഞാലോ അവരെന്താ ഈ വ്യക്തിയെ പറ്റി വിചാരിക്കുക? ഇല്ല, പിന്നീട് ആ സദസ്സിലേക്ക് ഇവന് പ്രവേശനം ഉണ്ടാകില്ല. ഇവൻ അളന്നു കഴിഞ്ഞു, ഇവളെ അളന്നു കഴിഞ്ഞു. വിഡ്ഢികളുടെ കൂട്ടത്തിൽ പോയാലോ ഇവന്റെ നിലവാരം വിട്ട് ഇവനേക്കാൾ താഴെയുള്ളവരിലേക്ക്, ഇവനേക്കാൾ ജാഹിലുള്ളവരിലേക്ക്, ജഹാലത്തുള്ളവരിലേക്ക് പോയി തമാശ പറഞ്ഞാലോ ആ ജാഹിലിങ്ങൾ പിന്നെ മരണം വരെ ഇവനൊരു വിലയും നൽകില്ല. ഇവൻ്റെതായ സദസ്സിൽ പിന്നീട് പോയിരുന്നാൽ ഈ ജാഹിൽ ഇവനെ കണ്ടുമുട്ടിയാൽ അവിടെയും വെച്ച് ഇവനെക്കുറിച്ച് തമാശകൾ പറയും. എവിടെയും ഇവന് പിന്നീട് വിലയുണ്ടാവുകയില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ദുനിയാവിൽ വെച്ച് തന്നെ നിനക്ക് നിന്റെ ഗാംഭീര്യത ഇതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോകും. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നാലാമതായിട്ട് നാം ശ്രദ്ധിക്കേണ്ടതാണ്, ഇത് പരസ്പരം ബന്ധങ്ങൾ തകർക്കുന്നതാണ് തമാശ. ആളുകൾക്ക് എന്തും തമാശയാണ്. ആ തമാശ കൊണ്ട് പരസ്പരമുള്ള സ്നേഹബന്ധം തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അൽ മിസാഹു മുസല്ലബത്തുൻ ലിൽ ബഹാ തത്അത്തുൻ ലിസ്സദാഖ. എല്ലാം തകർന്ന് തരിപ്പണമായി പോകുന്നു ഈ തമാശകളിലൂടെ. അതുകൊണ്ട് തന്നെയാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കണേ. വ ഇയ്യാകുമുൽ മിസാഹ്, തമാശകളെ നിങ്ങൾ ഒഴിവാക്കണേ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഇത്തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവെ എപ്പോഴും സൂക്ഷിക്കണം. വ ഇയ്യാകുമുൽ മിസാഹ, തമാശയെ നിങ്ങൾ ഒഴിവാക്കണേ, സൂക്ഷിക്കണേ. ഫ ഇന്നഹു യുറഫുൽ ലഈന വയജുറു ഇലൽ ഖബീഹ്, അത് പകയാണ്, അത് അനന്തരമായിട്ട് പിന്നീട് വരുന്നത്. തമാശയ്ക്ക് പിന്നിൽ വരുന്നത് പകയായിരിക്കും. അതേപോലെ തന്നെ
അത് വളരെ മോശപ്പെട്ടതിലേക്ക് നിങ്ങളെ വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. എത്ര ആളുകളുണ്ട് അല്ലേ, പരസ്പരം ആത്മമിത്രങ്ങളായിരുന്നു, കൂട്ടുകാരായിരുന്നു, എന്തോ ഒരു തമാശക്ക് തുടങ്ങിയതാ. ആ തമാശ നിറഞ്ഞ സംസാരം അവസാനം കൊലപാതകത്തിലേക്ക് എത്തുന്നു. ഭാര്യ ഭർത്താവിനോടൊരു തമാശ പറഞ്ഞതാ, ഭർത്താവ് ഭാര്യയോടൊരു തമാശ പറഞ്ഞതാ. അങ്ങനെയാണല്ലോ എല്ലാ വിഷയവും അല്ലേ. ഒരാൾ സംസാരിക്കുന്ന അതേ രീതിയിലല്ല മറ്റൊരാൾ സംസാരിക്കുക, ഒരാൾ കേൾക്കുന്ന അതേ രീതിയിലല്ല മറ്റേയാൾ കേൾക്കുക. അതുകൊണ്ടാ തമാശ സൂക്ഷിക്കണേ എന്ന് പറയുന്നത്. നീ തമാശ പറയുമ്പോൾ ആ വ്യക്തി എന്തോ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും ഈ സദസ്സിലേക്ക് വന്നത്, എന്തോ പ്രയാസത്തിലായിരിക്കും, എന്തോ ദുഃഖത്തിലായിരിക്കും. ആ സമയത്താണ് നിന്നിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി വന്നപ്പോൾ ആളുകൾക്ക് മുന്നിൽ വെച്ച് നീ തമാശ പറഞ്ഞപ്പോൾ അത് പരസ്പരം പകയിലേക്കെത്തി, പരസ്പരം മോശത്തരത്തിലേക്കെത്തി. എത്രത്തോളം അവസാനം കൊലപാതകത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ട് നമ്മുടെ നാടുകളിൽ. എത്ര സംഭവങ്ങളുണ്ട്. ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 2 തൊഴിലാളികൾ അല്ലേ, തമാശയ്ക്ക് വേണ്ടി ഒരു ഫ്രൂട്ട്സ് കടയിലെ 2 തൊഴിലാളികൾ സംസാരം തുടങ്ങിയതാ. അവസാനം നാദാപുരത്ത് അങ്ങാടിയിൽ വെച്ച് ആളുകൾ ഞെട്ടിപ്പോയിരുന്നു. ചെറുപ്പക്കാരായ 2 മുസ്ലിമീങ്ങൾ, 2 കൂട്ടുകാർ ഒരേ കടയിൽ ജോലി ചെയ്യുന്നു. അവസാനം അറിയുന്നത് കടയിൽ നിന്ന് രക്തം പുറത്തേക്ക് വന്ന് റോഡിലേക്ക് രക്തം ഒഴുകി വരുമ്പോഴാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത് എവിടുന്നാണ് ഈ രക്തം വരുന്നത് എന്ന്. ഫ്രൂട്ട്സ് കടയിൽ ജോലി ചെയ്യുന്ന 2 ആളുകൾ തമ്മിൽ തമാശ പറഞ്ഞ് കയ്യിൽ കിട്ടിയ കത്തി കൊണ്ട് മറ്റവനെ കുത്തി. അവൻ വിചാരിച്ചില്ല തൻ്റെ സ്നേഹിതൻ മരണപ്പെട്ടു പോകുമെന്ന്. ശരീരം പൊത്തിപ്പിടിച്ചിരുന്നു, പക്ഷേ ബ്ലഡ് മുഴുവനും പുറത്തേക്ക് വന്ന് ആ സഹോദരൻ മരിച്ചു. എവിടെ നിന്നാ തുടങ്ങിയത്? ഒരു തമാശ നിറഞ്ഞ വാക്കിലായിരുന്നു. ആ 2 ആളുകളും കൊലപാതകം അതേപോലെയുള്ള സംസാരങ്ങളോ ദേഷ്യമുള്ളവരോ ഒന്നുമല്ല. തമാശയ്ക്ക് തുടങ്ങിയ വർത്തമാനം, സംസാരം കൊലപാതകത്തിലേക്ക് എത്തുന്നു, ത്വലാഖിലേക്ക് എത്തുന്നു അല്ലേ. സ്നേഹബന്ധങ്ങൾ പിരിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഗൗരവം നമ്മൾ ഓർക്കുന്നില്ല. അത്രത്തോളം പണ്ഡിതന്മാർ ഈ വിഷയത്തെക്കുറിച്ച് താക്കീതുകൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് സ്വഭാവം നന്നാകണമെങ്കിൽ അമിതമായിട്ടുള്ള തമാശകൾ ഒഴിവാക്കണേ എന്ന് പറയുന്നു. ലികുല്ലി ഷൈഇൻ ബദറുൻ വബദറുൽ അദാവ അൽ മിസാഹ്. എന്തിനും ഒരു കാരണമുണ്ടാകില്ലേ, എന്തിനും ഒരു കാരണമുണ്ടാകും. പകയുടെ കാരണം, പകയുടെ വേര് വരുന്നത് തമാശയിൽ നിന്ന്. സ്നേഹിതന്മാർ തമാശയ്ക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങുക അല്ലേ, അവസാനം അത് പകയിലേക്കാണ് എത്തുന്നത്. കൂടിയിരിക്കുന്ന സദസ്സിൽ വെച്ച് ഒരാളെ അല്ലേ, എല്ലാവരും കൂടെ തമാശയാണെന്നാണ് പറയുന്നത്, പക്ഷേ പരിശുദ്ധ കഅബയേക്കാൾ പവിത്രമാണ് ഒരു മുസ്ലിമിൻ്റെ അഭിമാനമെന്ന് അറിയുന്നവരായിട്ടും ഒരാൾ തമാശ പറയുന്നു, അതേറ്റ് മറ്റൊരാൾ പറയുന്നു. ഇതൊക്കെ അത് കേൾക്കുന്ന ആരെക്കുറിച്ചാണോ പറയുന്നത് അവൻ്റെ മനസ്സിൽ തുടങ്ങി വെച്ച വ്യക്തിയോട് വളരെ കർശനമായ രീതിയിലുള്ള പകകൾ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. അവസരം കിട്ടുമ്പോൾ അവൻ കുത്തും. എവിടുന്ന ഈ അദാവത്ത് വന്നത്? എവിടുന്ന ഈ പക വന്നത്? ഈ തമാശ നിറഞ്ഞ സംസാരത്തിൽ നിന്ന്. അതുകൊണ്ട് കുടുംബജീവിതത്തിലാകട്ടെ, സാമൂഹിക ജീവിതത്തിലാകട്ടെ, എവിടെയാകട്ടെ പ്രിയപ്പെട്ടവരെ, അമിതമായ തമാശകൾ നമ്മൾ ഒഴിവാക്കണം. പകയില്ലാതിരിക്കാൻ, നമ്മുടെ വില കുറയാതിരിക്കാൻ, നമ്മുടെ മനസ്സ് ചത്തുപോകാതിരിക്കാൻ, അതേപോലെ തന്നെ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നിലനിൽക്കാൻ ഈ അമിതമാകുന്ന തമാശകൾ നമ്മൾ ഒഴിവാക്കണം. ഗൗരവമേറിയതാണ് ഈ വിഷയം. വിഷയത്തിൻ്റെ 2ാം ഭാഗം, അഥവാ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറാമാണ് എന്ന് പറഞ്ഞ ചില മേഖലകളുണ്ട്. തമാശ തീരെ ഹറാമായ ഭാഗം അതെപ്പോഴാണ്? ഒരു വേള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഒരു യാത്രയിലാണ്. ആ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ട് ഒരു പ്രത്യേകമായ സ്ഥലത്തെത്തിയപ്പോൾ ആളുകളൊക്കെ വിശ്രമിക്കാൻ വേണ്ടി താഴെ ഇറങ്ങി, വാഹനപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി. ഉറങ്ങുന്നവരുണ്ട്, വിശ്രമിക്കുന്നവരുണ്ട്, പല രീതിയിലുള്ള ജോലിയും ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു സഹാബി ഉറങ്ങുമ്പോൾ മറ്റുള്ള സഹാബികളൊക്കെ അദ്ദേഹത്തിൻ്റെ യാത്രാവസ്തുക്കളൊക്കെ ആ ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി മറ്റൊരു ഭാഗത്തേക്ക് പോയി. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് ചുറ്റുഭാഗത്തും ഇരുന്ന് ഇവരൊക്കെ ഇങ്ങനെ ചിരിക്കുകയാണ്. അഥവാ ഈ സഹാബി എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രാവസ്തുക്കൾ കാണാതാകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് കണ്ട് ചിരിക്കണം.
ഒരു തമാശക്ക് ചെയ്തതാ. ഈ ചിരിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തേ സ്വഹാബത്തെ നിങ്ങളിങ്ങനെ ചിരിക്കുന്നത്? മാ യദ്ഹക്കുക്കും, എന്താ നിങ്ങൾ ചിരിക്കുന്നത്? ഫഖാലു, അവർ പറഞ്ഞു, ലാ ഇന്ന അന അഖദന നബ്ലു ഹാദാ ഫഫസഅ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേരത്ത് അഥവാ പറയുകയാണ് ഇവർ, പ്രവാചകരെ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഈ യാത്രാവസ്തുക്കളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, അദ്ദേഹം പേടിക്കുന്നത് കാണുമ്പോൾ, ഈ അദ്ദേഹത്തിൻ്റെ ഈ വസ്തുക്കളൊക്കെ കാണാതെ വന്ന് അദ്ദേഹം പേടിക്കുന്നത് കാണുമ്പോൾ അതൊന്ന് കാണാൻ ഒരു തമാശക്ക് ഞങ്ങൾ ചെയ്തതാണ്. ആ നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമ, ഒരു മുസ്ലിമിനും അനുവദനീയമല്ല, ഹറാമാണ്, അൻ യുറവ്വിഅ മുസ്ലിമ, മറ്റൊരു മുസ്ലിമിനെ ഇതുപോലെ പേടിപ്പിക്കൽ. നോക്കൂ നിങ്ങൾ, തമാശക്ക് വേണ്ടി പോലും നമ്മൾ ആളുകളുടെ വേദന അറിയാറില്ല. സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു മക്കൾ മുതൽ തുടങ്ങുന്നു ഈ ഒരു സ്വഭാവം, അല്ലേ? ഒന്ന് സ്ഥലം മാറ്റി വെച്ച് ആ വ്യക്തി പേടിക്കുന്നത്, അവൻ വെപ്രാളപ്പെടുന്നത് ഒന്ന് കാണുന്നത്, ഒരു മുസ്ലിമിനെ തമാശക്കങ്ങനെ പേടിപ്പിക്കുന്നത് പോലും ഹറാമാണ് എന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന റസൂലുള്ളാഹി പറഞ്ഞു, ലാ യഹില്ലു, അനുവദനീയമല്ല ഈ ഒരു വിഷയം. മാത്രമല്ല റസൂലുള്ളാഹി പറയാണ്, ലാ യഖുദന്ന അഹദുക്കും മതാഅ സ്വാഹിബഹു ജാദ്ദൻ വലാ ലാഇബ, ഒരാളും മറ്റൊരാളുടെ ഒരു വസ്തുവും തമാശക്കോ കളിക്കോ എടുത്തു മാറ്റിവെക്കാൻ പാടില്ല. വഇദാ വജദ അഹദുക്കും അസൻ സ്വാഹിബ, തൻ്റെ സഹോദരൻ്റെ ഒരു വടിയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയതെങ്കിലും ഫല്യറുദ്ദുഹാ അലൈഹി, അത് അവനിലേക്ക് പോയി തിരിച്ചു കൊടുക്കണം, അല്ലേ? പറയാതെ മാറ്റി നിർത്തി ദിവസങ്ങൾ കഴിച്ച് പേടിപ്പിക്കുന്ന ഈ സ്വഭാവമുണ്ടല്ലോ, തമാശക്കെന്നല്ലേ പറയുന്നത്, ആ തമാശയാണ് ഹറാമ് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരാൾക്കും വേദനയുണ്ടാക്കരുത്. നിങ്ങൾ ഈ ഹദീസുകൾക്കും എന്ത് മനസ്സിലാകുന്നു? കേവലം പേടിപ്പിക്കൽ മാത്രമല്ല, ഒരു തമാശ നിറഞ്ഞ സംസാരം കൊണ്ട് ഒരാൾക്കൊരു വേദനയുണ്ടാകുന്നത് പോലും ഇസ്ലാം ഹറാമാക്കുകയാണ്. നമ്മൾ എത്ര ആളുകളെ വേദനിപ്പിക്കുന്നു. നമ്മൾ ചിരിക്കുന്നു, കൂടെ ചിരിക്കുന്നു. ആരെക്കുറിച്ചാണോ പറയുന്നത്? അവനെന്തേ നിറം കുറഞ്ഞതാണോ? ശമ്പളം കുറഞ്ഞതാണോ? ജോലി നമ്മുടെ അത്ര നല്ലതല്ലാത്തത് കൊണ്ടാണോ? അല്ലേ? എന്തിനാ നമ്മൾ തമാശയാക്കി ആളുകളെ കളിയാക്കുന്നത്? നമ്മളാ സൂക്ഷിക്കേണ്ടത്. ഇത് ഹറാമാണ്. രണ്ടാമതോ, ഹറാമായ രണ്ടാമത്തെ ഭാഗമാണ് തമാശക്ക് വേണ്ടി കളവ് പറയുന്ന ആളുകളുണ്ട്. ആളുകൾ ചിരിക്കാൻ വേണ്ടി കളവ് പറയാം. എത്രയോ ആളുകൾക്കുണ്ടാകുന്ന സ്വഭാവമാണ് അൽ കദിബു ഫിൽ മിസാഹ്, തമാശയിൽ കളവ് പറയുന്ന ആളുകൾ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വൈലുൻ ലില്ലദി യുഹദ്ദിസു ബിൽ ഹദീസ് ലിയുദ്ഹിക ബിഹി അൽ ഖൗം ഫയക്ദിബു വൈലുൻ ലഹു വൈലുൻ ലഹു. വൈലുൻ നാശമാണ്, അഥവാ വൈലും മിനൽ ജഹന്നം, വൈലും മിനൻ നാർ, നരകത്തിലെ തൊട്ടുള്ള നാശമാണ് ചില ആളുകൾക്ക്. എന്താണ് ഇവരുടെ പ്രത്യേകത? യുഹദ്ദിസു ബിൽ ഹദീസ്, ഇവർ സംസാരിക്കുന്നു, ലിയുദ്ഹിക ബിഹി അൽ ഖൗം, ജനങ്ങൾ ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. ഫയക്ദിബ്, അതിനുവേണ്ടി കളവ് പറയുന്നു. തമാശക്ക് കളവ് പറയുന്ന ആളുകൾ വൈലുല്ലഹു വൈലുല്ലഹു, അവന് നാശമാണ്, അവന് നാശമാണ് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആളുകൾ കേൾക്കുന്ന സംസാരങ്ങൾ അങ്ങനെയല്ലേ, അല്ലേ? വെള്ളം ചേർക്കാതെ സംസാരിക്കുന്ന എത്ര ആളുകളുണ്ട്? എന്തിനാ വെള്ളം ചേർക്കുന്നത്? ആളുകൾ ഒന്നുകൂടി അതിലൊന്ന് മസാലയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഒന്നുകൂടി ചിരിക്കും. ഇത് മുസ്ലിമിന് പാടില്ലാത്തതാണ്. നമ്മുടെ സ്വഭാവത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ സ്വഭാവം നന്നാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഈ രീതിയിൽ തമാശകൾ അധികരിപ്പിക്കാനോ തമാശയിൽ കളവ് പറയാനോ സഹോദരന്മാരെ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? കാരണം ഇന്ന റജുല ലയതകല്ലമുൽ കലിമ ലാ യുരീദു ബിഹാ ബഅസൻ ഇല്ലാ ലിയുദ്ഹിക ബിഹി അൽ ഖൗം. ഒരാൾ സംസാരിക്കുകയാണ്, ലയതകല്ലമുൽ കലിമ, ഒരു വാക്കുച്ചരിക്കുന്നവൻ. കുറേ അരമണിക്കൂർ സംസാരിക്കുന്നൊന്നുമില്ല, ഒരു മണിക്കൂർ വാഴൊന്നും പറയുന്നില്ല, ഒരു വാക്കുച്ചരിക്കുകയാണ് ആളുകൾ ചിരിക്കാൻ വേണ്ടിയിട്ട്. അതിനെപ്പറ്റി അവൻ ഒന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ അതുകൊണ്ട് അവന് എന്താ സംഭവിക്കുന്നത്? ഫഇന്നഹു യഖഉ ഫീഹാ അബ്അദ മാ ബൈന അസ്സമാഇ വൽ അർദ്, ആകാശഭൂമിയുടെ അത്രമാത്രം വിദൂരതയിലേക്ക് എത്തുന്നവൻ സ്വർഗത്തിൽ നിന്ന്, അത്രമാത്രം സ്വർഗത്തിൽ നിന്നവൻ അകറ്റപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട്
അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അത്രമാത്രം വിദൂരതയിലേക്ക് അവൻ എത്തിപ്പോകുന്നു. അള്ളാഹു തആല നമ്മെ കാക്കുമാറാകട്ടെ. സംസാരങ്ങൾ സഹോദരങ്ങളെ എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരിക്കലും പോലും കളവ് പറഞ്ഞുകൊണ്ടുള്ള, അതൊരു തമാശക്കാണെങ്കിൽ പോലും നമ്മൾ കളവ് പറയാൻ പാടില്ല. മൂന്നാമതായി ശ്രദ്ധിക്കുക, പലപ്പോഴും തമാശകൾ ഇതുപോലെ പറഞ്ഞ ഉപദ്രവങ്ങളിലേക്കും നാശങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്ക് പോലും എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യുഷീറു അഹദുക്കും ഇലാ അഖീഹി ബിസ്സലാഹ്. സിലാഹ് കൊണ്ട്, ആയുധം കൊണ്ട് ഒരാളെയും നിങ്ങൾ ചൂണ്ടാൻ പാടില്ല. ഒരു കത്തി കൊണ്ട് തമാശക്ക് പോലും ചൂണ്ടാൻ പാടില്ല. എന്തേ? ഫഇന്നഹു ലാ യദ്രി ലഅല്ല ശൈത്താന യൻസഉ ഫീ യദിഹി ഫയഖഉ ഫീ ഹുഫറത്തിൻ മിനൻ നാർ. അവൻ ആ കത്തി കൊണ്ട് ചൂണ്ടുമ്പോൾ ഇവൻ അറിയില്ല, ലാ യദ്രി ലഅല്ല ശൈത്താൻ, കത്തി കൊണ്ട് ചൂണ്ടുമ്പോൾ ഈ കത്തി കൊണ്ട് പിശാച് പിന്നീട് എന്താ ചെയ്യിപ്പിക്കുന്നത് എന്നവൻ അറിയില്ല. അവരെൻ്റെ ശരീരത്തിലേക്ക് കുത്തിപ്പോവുകയോ കുത്തിപ്പിളർത്തുകയോ വേദനിപ്പിക്കുകയോ ചെയ്ത് അവസാനം നരകത്തിൻ്റെ കുണ്ടിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈ മനുഷ്യനെത്തും. അതുകൊണ്ടാണല്ലോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു വേളയിൽ പറഞ്ഞത്, മൻ അഷാറ ഇലാ അഖീഹി ബിഹദീദത്തിൻ ഫഇന്നൽ മലായിക തൽഅനുഹു ഹത്താ യദഅഹു വഇൻ കാന അഖാഹു ലിഅബീഹി വഉമ്മിഹി. ഒരാളും ഒരാൾക്ക് നേരെയും ആയുധം ചൂണ്ടാൻ പാടില്ല. എത്രത്തോളം സൂറത്ത് പറയുന്നു, അങ്ങനെ ചൂണ്ടിയാൽ, ആരെങ്കിലും തൻ്റെ സഹോദരന് നേരെ ആയുധം ചൂണ്ടിയാൽ ഫഇന്നൽ മലായിക തൽഅനുഹു, ചൂണ്ടുന്നവനെ മലക്കുകൾ ശപിച്ചുകൊണ്ടേയിരിക്കും. ഹത്താ യദഅഹു, അവനവൻ്റെ ആ കത്തി താഴെ വെക്കുന്നത് വരെ, ആയുധം താഴെ വെക്കുന്നത് വരെ. എന്തുകൊണ്ട്? വഇൻ കാന അഖാഹു ലിഅബീഹി വഉമ്മിഹി, തൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും പിറന്ന ഷഖീഖായ സഹോദരനാണെങ്കിൽ പോലും. നമ്മളൊക്കെ അങ്ങനെയല്ലേ? വീട്ടിലെ ഏറ്റവും കൊച്ചു മക്കളെ കത്തി കൊണ്ട് ചൂണ്ടിക്കാണിച്ച് പേടിപ്പിക്കുന്നില്ലേ? ആ പേടിപ്പിക്കുന്ന മനുഷ്യൻ അത് താഴെ വെക്കുന്നത് വരെ മലക്കുകൾ ശപിച്ചുകൊണ്ടേയിരിക്കും. ഇവൻ അറിയില്ല പിശാച് ഇത് കൊണ്ട് എന്താ ചെയ്യിപ്പിക്കുന്നത് എന്ന്. ഒന്നുകിൽ ഇവനിതുകൊണ്ട് കുത്തിപ്പോകും, അതല്ലെങ്കിൽ ഇത് കണ്ട് മക്കൾ ഇത് കണ്ട് പഠിച്ച് ആരെയെങ്കിലും കുത്തും. അശ്രദ്ധമായി തമാശക്കാണെങ്കിൽ പോലും ആ കത്തി ചൂണ്ടിയാൽ, പ്രിയപ്പെട്ടവരെ, വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ ഓർക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്ന ഈ രീതിയിൽ ആളുകളെ പേടിപ്പിക്കാൻ, കൊച്ചു മക്കളെ പേടിപ്പിക്കാൻ ഒന്നായുധം ചൂണ്ടിയാൽ അത് താഴെ വെക്കുന്നത് വരെ പടച്ച റബ്ബിൻ്റെ മലക്കുകൾ ശപിച്ചുകൊണ്ടേയിരിക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇത് തമാശക്ക് ചൂണ്ടിയാൽ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഇതുപോലെയിലേക്ക് എത്തിയത്. ഇതെവിടേക്കാണ് എത്തുന്നത് എന്നറിയില്ല. തമാശകൾ സംസാരിക്കുന്നു, ആളുകൾ കൂടെയുണ്ട്, പറഞ്ഞ് അവസാനം എങ്ങോട്ടേക്ക് എത്തുന്നത് എന്ന് അറിയുന്നില്ല. എന്തിൻ്റെ പേരിലും പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക സദസ്സുകളിൽ പോലും നമ്മൾ സൂക്ഷിക്കണം ഈ വിഷയം. പറഞ്ഞ് പരസ്പരം പകയിലേക്കും വിദ്വേഷത്തിലേക്കും എത്തുന്നു. അവസാനം ചോദിക്കുമ്പോൾ അല്ലേ, 4 ആളുകൾ അന്വേഷിക്കുമ്പോൾ അവർ തമാശക്ക് പറഞ്ഞതായിരുന്നു, അവിടുന്ന് തുടങ്ങിയത്. അവസാനം കത്തി ചൂണ്ടുന്നു, ആയുധം ചൂണ്ടുന്നു, വേദനിപ്പിക്കുന്നു. നമ്മൾക്കത് പാടില്ലാത്തതാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ പറയുകയാണ്, ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾ വാഹനം കൊണ്ട് പേടിപ്പിക്കുന്നവരുണ്ട് അല്ലേ? വാഹനം കൊണ്ട് യാത്ര പോകുന്ന, വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾ, റോഡിലൂടെ ഒരാൾ നടന്നു പോകുന്നുവെങ്കിൽ ഇവന് ഈ വാഹനം കൊണ്ട് ഇവനെ ഒന്ന് അങ്ങോട്ട് കുത്തി വേദനിപ്പിക്കാൻ, അഥവാ ഇവനെ ഇടിക്കാൻ നോക്കുന്നു. അങ്ങനെ നോക്കുന്നേയുള്ളൂ. അശ്രദ്ധമായി സംഭവിച്ചാലോ അത് പാടില്ല. അശ്രദ്ധമായി വാഹനം തട്ടിപ്പോയാലോ ഒരു മുസ്ലിമിൻ്റെ ശരീരത്തിൻ്റെ വില ഇവനറിയില്ല. അതുകൊണ്ടത് ചെയ്യരുത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. സംഭവിച്ചിട്ടില്ലേ നമ്മുടെ നാടുകളിൽ തന്നെ അല്ലേ? സംഭവിച്ചിട്ടുണ്ട്. വാഹനം ശരീരത്തിലൂടെ കയറി ഇറങ്ങിയിട്ടുണ്ട്. എന്തേ? ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയതാ, ബ്രേക്ക് ചവിട്ടാൻ കഴിഞ്ഞില്ല, നേരത്ത് സഹോദരൻ മരിച്ചു. വാഹനം കൊണ്ട് മറ്റൊരു വാഹനത്തെ ഇതേപോലെ ഇടിക്കാൻ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് അല്ലേ? താൻ വലിയ വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത്, തൻ്റെ അത്ര വലുപ്പമില്ല, തൻ്റെ അത്ര കപ്പാസിറ്റി ഇല്ല, തൻ്റെ അത്ര വിലയില്ലാത്തൊരു വാഹനം കാണുമ്പോൾ ഈ വാഹനം കൊണ്ട് മറ്റുള്ളവൻ്റെ വാഹനത്തെ ഇതേപോലെ ഇടിക്കാൻ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. പാടില്ല, തമാശക്ക് പോലും പാടില്ല. എന്തേ പണ്ഡിതന്മാർ പറഞ്ഞത്? മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കുമെന്നുള്ള ഹദീസ ഇതിന് തെളിവായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്. വിഷയത്തിൻ്റെ ഗൗരവം എത്രയുണ്ട് എന്ന് സഹോദരങ്ങളെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിമും
നമ്മുടെ ഒരു തമാശ കൊണ്ടുപോലും, ഗൗരവം കൊണ്ടൊന്നും എന്നല്ല, നമ്മുടെ ഒരു തമാശ കൊണ്ടുപോലും ഒരാൾ വേദനിക്കാനോ പ്രയാസപ്പെടാനോ ഒരു സെക്കൻഡ് നേരം അവൻ്റെ ഹൃദയത്തിൽ ഒരു വെപ്രാളം പേടി ഉണ്ടാകാൻ പാടില്ല. അല്ലേ? ഈ വാഹനം എൻ്റെ നേരെ വരുമ്പോൾ ഒന്ന് പേടിച്ച് മാറുന്നില്ലേ? ആ പേടിച്ച് മാറുന്ന സംഭവം എൻ്റെ വാക്ക് കൊണ്ടുണ്ടാകില്ല, എൻ്റെ കയ്യിലുള്ള ആയുധം കൊണ്ടുണ്ടാകാൻ പാടില്ല, എൻ്റെ വാഹനം കൊണ്ടുണ്ടാകാൻ പാടില്ല, ഒന്നുകൊണ്ടും പാടില്ല. എന്തേ? ഈ ഹദീസ് നമ്മൾക്ക് ഓർമ്മ വരണം. ശൈത്താൻ ഇതൊക്കെ കൊണ്ട് എന്താ സംഭവിപ്പിക്കുക എന്നറിയില്ല. അത് വാഹനം കൊണ്ട് ശൈത്താൻ എന്ത് ചെയ്യിപ്പിക്കും നമ്മൾക്കറിയില്ല, കത്തി കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുമെന്ന് നമ്മൾക്കറിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരം വിഷയത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. ഇതിനേക്കാൾ ഗൗരവമേറിയ ഹറാമാക്കിയ തമാശയാണ്. തമാശകൾ പറഞ്ഞ് എവിടെയും പറഞ്ഞു. അള്ളാഹുവിൻ്റെ പരിധികളെ ലംഘിക്കുന്ന തമാശകളുണ്ട്. അള്ളാഹിനെ കുറിച്ച് തമാശ പറയുക, അള്ളാഹിൻ്റെ ദീനിനെ കുറിച്ച് തമാശ പറയുക, അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് തമാശ പറയുക. ആയത്ത് കേൾക്കുമ്പോൾ തമാശയായി തോന്നുക, ഹദീസുകൾ കേൾക്കുമ്പോൾ തമാശക്കെടുക്കുക. അല്ലേ? എന്ത് സ്വർഗത്തെക്കുറിച്ച് തമാശ പറയുന്ന ആളുകളുണ്ട്, നരകത്തെക്കുറിച്ച് തമാശ പറയുന്ന ആളുകൾ. ഇത് ഗൗരവമേറിയ വിഷയമാണ്. ഞാൻ നിങ്ങളെ കേൾപ്പിച്ച വചനവും ഇത് തന്നെയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിൻ്റെ ആയത്തോതിക്കൊണ്ട് പഠിപ്പിക്കുന്നു. തബൂക്ക് യുദ്ധത്തിൻ്റെ വേളയിൽ മുനാഫിക്കീങ്ങൾ റസൂലുള്ളാഹിയെക്കുറിച്ചും സഹാബികളെക്കുറിച്ചും പ്രത്യേകമായി പറഞ്ഞിരുന്ന ചില വാചകങ്ങൾ. ഇവർ ശാപ്പാടിന് വേണ്ടിയാണ്, ഭക്ഷണത്തിന് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം ഇവർ ഒരുമിച്ച് കൂടിയത് എന്ന് മുനാഫിക്കീങ്ങൾ സ്വഹാബത്തിനെ കുറിച്ച് പറയുന്ന ആ സന്ദർഭത്തിൽ അവസാനം അള്ളാഹുവിൻ്റെ റസൂല് അവരോട് ചോദിച്ചു, എന്തേ നിങ്ങൾ പറഞ്ഞത്? അവർ പറയാണ് ആ നേരത്ത്, വലഇൻ സഅൽതഹും ലയഖൂലന്ന ഇന്നമാ കുന്ന നഖൂദു വനൽഅബ്. അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞ, പ്രവാചകരെ, ഞങ്ങളൊരു തമാശക്ക് പറഞ്ഞതാ, ഒരു വിനോദത്തിന് പറഞ്ഞതാ. ആ നേരത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുകയാണ്, ചോദിക്കാൻ പറയാണ് അല്ലാഹ്, ഖുൽ, ചോദിക്കൂ പ്രവാചകരെ, അബില്ലാഹ് വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. നിങ്ങൾ അള്ളാഹിനെ കുറിച്ചാണോ തമാശ പറയുന്നത്? അള്ളാഹുവിൻ്റെ ആയത്തുകളെ കുറിച്ചാണോ തമാശ പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചാണോ തമാശ പറയുന്നത്? ലാ തഅ്തദിറു, നിങ്ങൾ ഇനി ഉദ്റ് പറയേണ്ട, കാരണം പറയേണ്ട. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, അള്ളാഹ് നിങ്ങൾക്കൊക്കെ ഈമാൻ തന്നിരുന്നു, നിങ്ങൾ കുഫറിലായിരുന്നു, നിങ്ങൾ ജഹാലത്തിലായിരുന്നു, നരകത്തിലായിരുന്നു നിങ്ങൾ. അള്ളാഹ് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിച്ചു. എന്നിട്ടും നിങ്ങൾ അള്ളാഹിനെക്കുറിച്ചും അള്ളാഹിൻ്റെ ചിഹ്നങ്ങളെക്കുറിച്ചും തമാശ പറഞ്ഞ് നരകത്തിലേക്ക് പോവുകയാണോ എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കാൻ വേണ്ടി പറയുന്നു. അല്ലേ? നെരിയാണിക്ക് താഴെ പേൻ്റ് ധരിച്ച, വസ്ത്രം ധരിച്ച ആളുകളെ കാണുമ്പോൾ തമാശ പറയുന്നു. താടി നീട്ടി വളർത്തുന്ന ആളുകളെ കാണുമ്പോൾ തമാശ പറയുന്നു. ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ? അതൊരു തമാശക്ക് പറഞ്ഞതാ. മുസ്ലിമിനെ കാണുമ്പോൾ തമാശ പറയുന്നു. പടച്ചറപ്പിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അത് എനിക്ക് നന്നാകാനുള്ളതാണ്, ഞാൻ നന്നാകേണ്ടവനാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം അത് പോലും തമാശക്കെടുക്കുന്ന ആളുകളോട് അല്ലാഹ് പറയുന്നു, ലാ തഅ്തദിറു, നിങ്ങൾ ആരും ഇനി ഒരു കാരണവും പറയേണ്ട. ഖദ് കഫർതും, നിങ്ങൾ കാഫിറായിരിക്കുന്നു, ബഅദ ഈമാനിക്കും, പടച്ചോ നിങ്ങൾക്ക് ഈമാൻ തന്നതിന് ശേഷം. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തോടുകൂടി പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ആയത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ എടുക്കണം. പലതും നമ്മൾക്ക് തമാശയാണ്. പടച്ചറബിൻ്റെ ദീനിൻ്റെ ഒന്നും നിസ്സാരമല്ല. സ്വർഗത്തിലേക്ക് എത്തണോ, സ്വർഗത്തിൽ പോകണോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ, ഒരു കാര്യം അല്ലാഹ് ഹലാലാക്കിയത് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ഹറാം എന്നോട് ചെയ്തു പോകുന്നുവെങ്കിൽ ആ ഹറാം ചെയ്തു പോകുന്നവൻ്റെ ആ കുറ്റം മാത്രമേ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. തമാശയാക്കിയാലോ കളിയാക്കിയാലോ, അത് ചെയ്യുന്നവനെ, അത് പറയുന്നവനെ തമാശക്കെടുത്താലോ, ആ ഹറാമല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കാഫിറായി പോയിരിക്കുന്നു എന്ന ഭാഗം നമ്മൾ മറന്നു പോവുകയാണ്. അല്ലാഹു തആല നമ്മെ കാക്കുമാറാകട്ടെ. പലർക്കുമുണ്ട് ഇങ്ങനെ. ആയത്ത് കേൾക്കുമ്പോൾ പരിയാസം തോന്നുകയാണ്, അല്ലേ? ഹദീസുകൾ കേൾക്കുമ്പോൾ പരിയാസം തോന്നുകയാണ്, അല്ലേ? എത്ര ഹദീസുകളെ തള്ളി നീക്കുന്ന ആളുകളുണ്ട്. സ്വഹീഹായ ഹദീസുകളെ തമാശക്കെടുത്ത് തൻ്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഒരു രീതിയിലും ആ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെങ്കിൽ അതിനെ തമാശക്കെടുത്ത് സിനിമ ഇറക്കിയ മുസ്ലിം സംഘടനകളുണ്ട് കൊച്ചു കേരളത്തിൽ, അല്ലേ? സ്വഹീഹായ ഹദീസുകളെ തങ്ങൾക്ക് യോജിക്കുന്നില്ല, തങ്ങളുടെ സംഘടനയ്ക്ക് യോജിക്കുന്നില്ല, പരസ്യമായി സിനിമ ഇറക്കി, ടെലിഫിലിമുകൾ ഇറക്കി ആളുകൾക്ക് കാണാനും ചവിട്ടിമതിക്കാനും ഈ ഹദീസുകളെ അങ്ങനെ പരസ്യമായി പുച്ഛിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട് കൊച്ചു കേരളത്തിൽ.
അവരും ഇസ്ലാമിക സംഘടനകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ, അതിനാണ് ആളുകൾ കൂടുതലും അത്തരം ഫിലിമുകൾ കാണാനും അത്തരം സിനിമകൾ കാണാനും ആളുകൾ എമ്പാടുമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, വഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ ഫഅഅരിദ് അൻഹും. ഇതുപോലെ പടച്ച റബ്ബിന്റെ ദീനിന്റെ ആയത്തുകളെയൊക്കെ പരിഹസിക്കുന്ന, ഇസ്ലാമിക ചിഹ്നങ്ങളെയൊക്കെ ചവിട്ടിമതിക്കുന്ന ഈ ആളുകളെ കണ്ടാൽ ഫഅഅരിദ് അൻഹും, നീ അവരിൽ നിന്ന് അവഗണിച്ചുകൊണ്ട് തിരിഞ്ഞു പോകണേ. അള്ളാഹുവിൻ്റെ ആയത്തുകളും ഹദീസുകൾക്കും വിരുദ്ധമായ സദസ്സ്, ഗാനമേള സദസ്സ്, അതല്ലെങ്കിൽ ഈ പ്രദേശത്തുണ്ട്, നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ ഓരോ നാട്ടുകാർ ഒരുമിച്ച് കൂടുന്നു, അല്ലേ? കോഴിക്കോട്ടുകാർ ഒരുമിച്ച് കൂടുന്നു, അതല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാർ ഒരുമിച്ച് കൂടുന്നു, എറണാകുളത്തുകാർ ഒരുമിച്ച് കൂടുന്നു, കണ്ണൂരുകാർ ഒരുമിച്ച് കൂടുന്നു. എന്തിനാ ഒരുമിച്ച് കൂടുന്നത്? നാടിനെക്കുറിച്ച് പറയാനോ ആരുടെയെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനോ പടച്ചറപ്പിന്റെ പരലോകത്തെക്കുറിച്ച് ഉത്ബോധിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയം സംസാരിക്കാനോ അല്ല. ആണും പെണ്ണും ഒരു ഭാഗത്ത്, ആണും ഒരു ഭാഗത്ത് പെണ്ണും തുള്ളാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ആളുകൾ, അതിനുവേണ്ടി പണം ചെലവഴിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി പോകുന്ന ആളുകൾ, അല്ലാഹു പറയുന്നു ഫഅഅരിദ് അൻഹും, ഇവരെ കാണുമ്പോൾ നിങ്ങൾ പുച്ഛിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കണം. എന്നിട്ടോ ഹത്താ യഖൂലു ഫീ ഹദീസിൻ, ഇതല്ലാത്ത ഒരു സംസാരത്തിലേക്ക് അവരെത്തുന്നത് വരെ അവരുടെ അടുത്തേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. അവരെ ബഹിഷ്കരിക്കേണ്ട, അവരെ അവഗണിക്കേണ്ടതില്ല, അവരെ മാറ്റി നിർത്തേണ്ടതില്ല. ആ വ്യക്തികളോട് നമ്മൾക്ക് ഇഷ്ടമാണ്, ആ വ്യക്തികളെ നമ്മൾക്ക് വേണം, ആ വ്യക്തികൾ ഇസ്ലാമിലേക്ക് വരണം. പക്ഷേ ഈ വ്യക്തികൾ ചെയ്യുന്ന തോന്നിവാസത്തിന്റെ പിന്നാലെ നീ പോകാൻ പാടില്ല. അവരെ ഉത്ബോധനം നടത്തണം. ഇത് പാടില്ല, അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്തതാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. എന്നിട്ടോ അള്ളാഹ് നമ്മളെ പരിഗണിക്കുന്നു. മനുഷ്യരല്ലേ, ഒരുപക്ഷെ ഇരുന്നു പോയിരിക്കാം, ഒരുപക്ഷെ നമ്മളും അവിടെ പെട്ടുപോയിരിക്കാം, അറിയാതെ പോയതാ, അറിയാതെ എത്തിയതാ, അങ്ങനെ സംഭവിച്ചിരിക്കാം. ആ മനുഷ്യനെയും അള്ളാഹ് പരിഗണിച്ചുകൊണ്ട് പറയുന്നു, വഇമ്മാ യുൻസിയന്നക ശൈത്വാനു ഫലാ തഖഉദ് ബഅദ ദിക്റ മഅൽ ഖൗമിൽ ളാലിമീൻ. നിന്നെ പിശാച് മറപ്പിച്ചത് കൊണ്ടാ നീ അവിടെ പോയി ഇരുന്നു പോയതെങ്കിൽ ഫലാ തഖഉദ്, നീ ഇരിക്കാൻ പാടില്ലേ, ബഅദ ദിക്റ മഅൽ ഖൗമിൽ ളാലിമീൻ, ഇവർ ളാലിമീങ്ങളാണ്, ഈ ളാലിമീങ്ങളോടൊപ്പം നിങ്ങൾ ഇരിക്കാൻ പാടില്ല. ആദ്യം കൽപ്പിച്ച സൂറത്ത് തൗബയിലെ ആയത്തിൽ എന്താ പറഞ്ഞത്? ലാ തഅ്തദിറു ഖദ് കഫർതും, നിങ്ങൾ കാഫിറായിരിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞു. പടച്ചോന്റെ ആയത്തുകളെ, പടച്ചോന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ, ദീനിന്റെ ചിഹ്നങ്ങളെ കളിയാക്കുന്നവർ കാഫിറാണെന്ന് പറഞ്ഞു. രണ്ടാമതോ ഇതുപോലെ തോന്നിവാസങ്ങൾക്ക് സദസ്സുണ്ടാക്കുന്ന, തോന്നിവാസങ്ങൾ ചെയ്യുന്ന, അത് തമാശക്കും കളിക്കും വിനോദത്തിനും വേണ്ടി പോയിരിക്കുന്ന ആളുകളെ ളാലിമെന്ന് പറയുന്നു. മൂന്നാമത് പറയുന്നത് ശ്രദ്ധിക്കണം, സൂറത്തു നിസായിലെ 140-ാമത്തെ വചനം ഞാൻ നിങ്ങളെ ആമുഖമായി കേൾപ്പിച്ച ആയത്ത് എന്താണെന്ന് പറയുന്നത്? വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബി, ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് അവതരിപ്പിച്ചു വന്നിരിക്കുന്നു, അൻ ഇദാ സമഅ്തും ആയാത്തില്ലാഹി യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ ഫലാ തഖഉദു മഅഹും. ഒരു സദസ്സ് നിങ്ങൾ കാണുന്നു, ഒരു സദസ്സിനെ കുറിച്ച് അറിയുന്നു, കേൾക്കുന്നു, ആ സദസ്സിന്റെ പ്രത്യേകത എന്താ? യുക്ഫറു ബിഹാ, അല്ലാഹ് നിഷേധിക്കപ്പെടുന്ന സദസ്സാണത്. അമ്പലങ്ങളിലെ, ക്ഷേത്രങ്ങളിലെ ഉത്സവമാണത്. അതല്ലെങ്കിൽ സ്കൂൾ കുട്ടികളുടെ പാട്ടും എല്ലാ വിധത്തിലുള്ള പ്രോഗ്രാമുകളും എന്താണെങ്കിലും, അല്ലേ, പല രീതിയിലും ദേവന്മാരെയും ദേവിമാരെയും പ്രീതിപ്പെടുത്താൻ ആ നാടുകളിലെ വ്യഭിചരിക്കുന്ന സ്ത്രീകൾ പോലും നടത്തുന്ന മോഹിനിയാട്ടം പോലും ഇന്നത്തെ സ്റ്റേജുകളിൽ പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങൾ തുള്ളാൻ തുടങ്ങി, മുസ്ലിമീങ്ങൾ ചെയ്യാൻ തുടങ്ങി, അല്ലേ? ദേവന്മാരെ തൃപ്തിപ്പെടുത്താൻ പൂർവ്വകാലങ്ങളിൽ, മുമ്പ് കാലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരു പ്രത്യേകമായ പ്രോഗ്രാമായിരുന്നു മോഹിനിയാട്ടം. ഈ സദസ്സുകളിൽ മുസ്ലിം പെൺകുട്ടികൾ പോലും ഇതാടാനും പാടാനും തുള്ളാനും തുടങ്ങി. അല്ലാഹ് നിഷേധിക്കപ്പെടുന്നില്ലേ? അല്ലാഹ് പരിഹസിക്കപ്പെടുന്നില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരെ അത് എവിടെയാകട്ടെ, ജാറത്തിലോ ഉറൂസിലോ എവിടെയാകട്ടെ, ഇങ്ങനെ സദസ്സുകൾ സംഘടിപ്പിച്ച് പടച്ച റബ്ബിന്റെ ദീന് നിഷേധിക്കപ്പെടുന്ന ഒരു സദസ്സ് നിങ്ങൾ കണ്ടാൽ, രണ്ടാമതോ വയുസ്തഹ്സഉ ബിഹാ, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പരിഹസിക്കപ്പെടുന്ന സദസ്സ് ശ്രദ്ധയിൽപ്പെട്ടാൽ, ഏത് സദസ്സാ പ്രിയപ്പെട്ടവരെ, ഏത് ഇതുപോലെയുള്ള വിനോദത്തിൻ്റെ സദസ്സാ അള്ളാഹുവിൻ്റെ ദീന് പരിഹസിക്കപ്പെടാത്തത്?
ആയത്തിന് വിലയുണ്ടോ? ഹദീസിന് വിലയുണ്ടോ? ഈദുൽ ഫിത്തറിന്റെ നാളുകളിൽ പെരുന്നാൾ പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞിട്ട് പോലും പടച്ചറബിന്റെ വചനങ്ങൾക്ക് വിരുദ്ധമായതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? കല്യാണ വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, കുടുംബവേദികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടാൽ മുസ്ലിമീങ്ങളോട് അല്ലാഹു പറയുന്നു, ഫലാ തഖഉദു മഅഹും, അവരോടൊപ്പം നിങ്ങൾ ഇരിക്കരുതേ, ഹത്താ യഖൂലു ഫീ ഹദീസിൻ ഗൈരിഹി, അവരതല്ലാത്ത മറ്റൊരു സംസാരത്തിലേക്ക് വരുന്നത് വരെ, ആ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നത് വരെ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. ഇരുന്നാലോ? എന്താ ഇരുന്നാൽ? ഇവൻ സംഘടിപ്പിക്കുന്നില്ല, ഇവൻ സഹായം ചെയ്യുന്നില്ല, ഇവൻ ഒന്നും ചെയ്യുന്നില്ല, ഒന്ന് ഇരുന്നിട്ടേ ഉള്ളൂ. ആർക്കോ വേണ്ടി ഇരുന്നതാണെങ്കിൽ അല്ലാഹു പറയുന്നു, ഇരുന്നാൽ ഇന്നക്കും ഇദം മിസ്ലുഹും, ഇരുന്നാൽ നിങ്ങളും അവരെ പോലെ തന്നെയാ, സംഘടിപ്പിച്ചവരെ പോലെ തന്നെയാ നിങ്ങളും ഇരുന്നാൽ. എന്നിട്ട് അല്ലാഹു പറയുന്നു, മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീഅ. അല്ലാഹു തആല മുനാഫിഖീങ്ങളെയും കാഫിരീങ്ങളെയും നരകത്തിൽ ഒരുമിച്ചാണ് അല്ലാഹു തആല കൊണ്ടിടുന്നത്. ആദ്യം കാഫിർ എന്ന് പറഞ്ഞു, പിന്നെ ളാലിം എന്ന് പറഞ്ഞു, മൂന്നാമത് ഇവർ ളാലിമും മുനാഫിക്കും കാഫിറുമാണെന്ന് പറഞ്ഞു. ഈ മുനാഫിക്കീങ്ങളെ, ഈ കാഫിരീങ്ങളെ അല്ലാഹു തആല ഒരുമിച്ചാണ് നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്. എന്തുമാത്രം ഗൗരവമുണ്ട് പ്രിയപ്പെട്ടവരെ വിഷയം, അല്ലേ? നമ്മുടെ മൊബൈലുകളാണെങ്കിലും മൊബൈലിൽ ഒരു സിനിമാ പാട്ട് കേൾക്കുമ്പോൾ, ഒരു സിനിമ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർക്കണം, എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ റബ്ബ് പൊരുത്തമില്ലാത്തതാണിത്, എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തതാണിത്, എൻ്റെ റബ്ബിൻ്റെ ദീനിൻ്റെ നിയമത്തിനെതിരാണിത്, എൻ്റെ റബ്ബിൻ്റെ ദീനിനെ പരിഹസിക്കുന്നതാണിത്, എൻ്റെ ആഖിറത്ത് നഷ്ടപ്പെടുന്നതാണിത്. ഞാനിത് കാണില്ല, കേൾക്കില്ല, പറയില്ല, ഇരിക്കില്ല, സംഘടിപ്പിക്കില്ല, സഹായിക്കില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് പറയാൻ സാധിക്കണം. ഹറാമായ തമാശകളിൽ ഏറ്റവും ഗൗരവമേറിയ വിഷയമാണിത്. ഞാൻ അടിവരയിട്ട് കൊണ്ട് പറയുന്നു, നമ്മുടെ സ്നേഹിതന്മാരും കുടുംബക്കാരുമൊക്കെ ഇതിലൊക്കെ പെട്ടുപോകുന്നുണ്ട്. ശ്രദ്ധിക്കണേ, ആ വ്യക്തികളെ നമ്മൾക്ക് വെറുക്കാൻ പാടില്ല, ആ വ്യക്തികളോട് നമ്മൾക്ക് വിരോധമില്ല, സാധുക്കളാണ്, അറിയാത്തത് കൊണ്ടാണ്. പക്ഷേ ആ തെറ്റിനെ നമ്മൾ അങ്ങേയറ്റം വെറുക്കുന്നു, ആ തെറ്റിനെ നമ്മൾ അങ്ങേയറ്റം വെറുക്കുന്നു. നമ്മൾ അതിലേക്ക് എത്തിപ്പെടാൻ പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം തമാശകൾ എപ്പോഴാണ് ഹറാമാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഹറാമിലേക്ക് അത് എത്തിപ്പെടാൻ സാധ്യതയോടെ എത്തിപ്പെടുമെന്ന് വളരെ ഗൗരവത്തോടു കൂടി നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞില്ലേ, തമാശയാകാം. ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ പറഞ്ഞിട്ടുണ്ട്, സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്, താബിഈങ്ങളും സലഫുസാലിഹ്യങ്ങളും തമാശ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ എന്തിനാ? അദബ് പഠിപ്പിക്കാൻ, ആളുകളെ സംസ്കരിച്ചെടുക്കാൻ. അതുകൊണ്ട് തമാശകൾ, അനുവദിക്കപ്പെട്ട തമാശ പറയുമ്പോൾ പോലും നമ്മൾ സദസ്സ് നോക്കണം. ഓരോരുത്തർക്ക് ഒരു സമയവും സന്ദർഭവും സ്ഥലവുമുണ്ട്, അവിടെ പറയാൻ പാടുള്ളൂ, അല്ലേ? എനിക്ക് പറ്റാത്തൊരു സദസ്സിൽ പോയി തമാശ പറഞ്ഞാൽ അത് എൻ്റെ വിലയെ നഷ്ടപ്പെടുത്തല. എന്തിനൊരു മുസ്ലിം ആ വില നഷ്ടപ്പെടുത്തണം? ഗൗരവമേറിയ സദസ്സുകളിൽ ഗൗരവം തന്നെ കാത്തു സൂക്ഷിക്കണം. എന്നാൽ തമാശയിലൂടെ ആളുകളെ സംസ്കരിച്ചെടുക്കാനും സാധിക്കും. ഒരല്പം തമാശ, ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബക്കാരോട് തമാശ പറഞ്ഞിരുന്നു, അല്ലേ? എന്തിനാ? അവർക്ക് മനസ്സിന് ഒരു ഉത്സാഹം കൊടുക്കാൻ. അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, യാ അനസ് യാ ദൽ ഉദ്നൈൻ, ഇരു ചെവിയുള്ളവനെ എന്ന് അനസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരു വൃദ്ധയായ സ്ത്രീ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വന്ന് പറയാണ്, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ് അയ്യുദ്ഖിലിനി അൽ ജന്ന, അല്ലാഹുവോട് പ്രാർത്ഥിക്കണേ റസൂലേ എന്നെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കാൻ. ഫഖാല യാ ഉമ്മു ഫുലാൻ, ആ ഉമ്മയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഉമ്മ നിങ്ങൾ അറിയില്ലേ, ഇന്നൽ ജന്ന, നിശ്ചയമായും സ്വർഗം, ആ സ്വർഗത്തിൽ ഒരു വൃദ്ധയെയും പ്രവേശിപ്പിക്കില്ല, ഒരു വൃദ്ധയെയും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. വൃദ്ധന്മാർക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ ഉമ്മ? അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ആ ഉമ്മ കരഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ലെന്ന് റസൂലുള്ളാഹിയാണല്ലോ പറയുന്നത്. ആ കരയുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹുവിൻ്റെ ആയത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഉമ്മ, ഇന്ന അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറ. ആരെയും വൃദ്ധന്മാരായിട്ടോ വൃദ്ധകളായിട്ടോ അല്ല അള്ളാഹ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക, നല്ല കന്യകമാരായി
യുവാക്കളായി യുവതികളായിട്ടായിരിക്കും സ്വർഗത്തിലേക്ക് എത്തുക. അതാണ് റസൂൽ ഒരു തമാശക്ക് പറഞ്ഞതാ, വൃദ്ധകൾക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല എന്ന്. അഥവാ യൗവനപ്രായക്കാരായിട്ടാ എല്ലാവരും സ്വർഗത്തിലേക്ക് എത്തുക. ആ ഉമ്മക്ക് ചിരി വന്നു, ആ ഉമ്മക്ക് ആ ഒരു വിഷയം ബോധ്യമായി. ഇങ്ങനെ റസൂൽ തമാശ പറഞ്ഞിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹും റസൂലും സഹാബികളും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഈത്തപ്പഴം തിന്നുമ്പോൾ ഈത്തപ്പനക്കുരുകൾ മുഴുവനും അലിയുടെ ഭാഗത്തേക്ക് മാറ്റിയിട്ട് റസൂൽ പറഞ്ഞില്ലേ, അലി നീ എത്ര ഈത്തപ്പഴമാണ് കഴിക്കുന്നത്? മുഴുവൻ കുരുവും താങ്കൾക്ക് മുന്നിലാണല്ലോ, അല്ലേ? തമാശ പറഞ്ഞതാ. അലി റളിയല്ലാഹു അൻഹു വിട്ടുകൊടുത്തില്ല, റസൂലേ താങ്കൾ ഈത്തപ്പഴം മാത്രമല്ല ഈത്തപ്പഴ കുരു പോലും താങ്കൾ തിന്നുവല്ലേ എന്ന് അലി റളിയല്ലാഹു അൻഹു തിരിച്ചും റസൂലുള്ളാഹിനോട് പറയുന്നു. നോക്കൂ നിങ്ങൾ, അവരുടെ തമാശ ഇങ്ങനെയാണ്. സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കാണാം മുൻഗാമികളായ പണ്ഡിതന്മാർ തമാശ പറഞ്ഞിട്ടുണ്ട്. പിന്നെ താബിയായ ആമിർ ഷഅബിയോട് ഒരാൾ വന്ന് ഒരു തമാശയ്ക്ക് വേണ്ടി ചോദിച്ചതാ, മസ്മു ഇംറഅത ഇബ്ലീസ്, ഇബ്ലീസിൻ്റെ ഭാര്യയുടെ പേരെന്താന്നാ ചോദിച്ചത്. ഈ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഇതൊരു കുറുക്ക് ചോദ്യം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ തമാശയിൽ അദ്ദേഹം മറുപടി കൊടുക്കണം. ഫഖാല ലാക നിക്കാഹുൻ മാ ഷഹിദിനാഹു, മോനെ ആ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തിട്ടില്ല, അതുകൊണ്ട് ഇബ്ലീസിൻ്റെ ഭാര്യയുടെ പേര് എനിക്കറിയില്ല. നോക്കൂ നിങ്ങൾ, ആ വന്ന വ്യക്തിക്ക് അതേ രീതിയിൽ തമാശയിലൂടെ മറുപടി കൊടുക്കുകയാണ്. ഇമാം അബൂ ഹനീഫയോട് ഒരാൾ വന്ന് ചോദിക്കുന്നു, ഞാൻ ഒരു പുഴയിലേക്ക് കുളിക്കാനിറങ്ങുമ്പോൾ എൻ്റെ വസ്ത്രം മുഴുവനും ഞാൻ കരയിലേക്ക് അഴിച്ചിട്ടു, എന്നിട്ടൊരു വസ്ത്രവും ധരിക്കാതെയാണ് ഞാൻ പുഴയിലേക്ക് ഇറങ്ങിയത്. ഞാൻ കുളിക്കുമ്പോൾ കിബിലക്ക് തിരിയണോ അതല്ലെങ്കിൽ കിബിലക്ക് മുന്നിടണോ പിന്നിടണോ എന്ന് അബൂ ഹനീഫയോട് ചോദിക്കുകയാണ്. ഞാൻ എങ്ങോട്ട് നോക്കണം? അബൂ ഹനീഫ അദ്ദേഹത്തോട് പറഞ്ഞു, ഫഖാല ലഹു അൽ അഫ്ളു അൻ യകൂന വജ്ഹുക ഇലാ ജിഹതി സിയാബിക ലിഅല്ലാ തുസ്റക്, നിനക്ക് കിബിലക്ക് മുന്നിടലോ പിന്നിടലോ അല്ല ഉത്തമം, നിന്റെ വസ്ത്രത്തിലേക്ക് നോക്കിക്കോ, അല്ലെങ്കിൽ ആളുകൾ ആ വസ്ത്രം കട്ടുകൊണ്ടുപോകും, മോഷ്ടിച്ചു കൊണ്ടുപോകും, അതാണ് നിനക്ക് ഇതിനേക്കാൾ അഫ്ളൽ, അല്ലേ? ഇവർ പറഞ്ഞ തമാശയായി. അദബ് പഠിപ്പിക്കുന്നു, സംസ്കരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂല് ചില ആളുകൾക്ക് ശിക്ഷയല്ല ശിക്ഷണമായിട്ട് തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ തമാശയിലൂടെ അവനെ സത്യം പറയിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഹവ്വാത്ത് ബിനു ജുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അൻസാരിയാണ്. അദ്ദേഹം പറയാണ്, ഞങ്ങളിങ്ങനെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കെ ഒരു സ്ഥലത്തിറങ്ങി. ആ സ്ഥലത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളൊക്കെ ഓരോരോ ഭാഗത്ത് റെസ്റ്റ് എടുക്കണം, വിശ്രമിക്കുകയാണ്. ഞാനും വിശ്രമിക്കുമ്പോൾ ഒരല്പം ദൂരത്ത് ഒരു ടെൻറ്റിൽ കുറേ സ്ത്രീകളെ ഞാൻ കണ്ടു. ഹവ്വാത്ത് ബിൻ ജുബൈർ പറയാണ്, ടെൻറ്റിൽ ഞാൻ കുറേ സ്ത്രീകളെ കണ്ടപ്പോൾ എന്നിലൊന്ന് ശൈത്താൻ പ്രവേശിച്ചു. അവിടെ പോയിട്ടൊന്ന് തമാശ പറഞ്ഞാലെന്താ എന്ന് തോന്നി. ഹവ്വാത്ത് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു അവിടേക്ക് പോയി ആ പെണ്ണുങ്ങളുടെ ടെൻറ്റിലിരുന്ന് അവരോടൊപ്പം സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിസർജനാവസ്ഥയ്ക്ക് അതിനു വേണ്ടിയിട്ട് പുറത്തേക്ക് ഒഴിഞ്ഞിരിക്കാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് വരികയായിരുന്നു. ആ സമയത്താണ് ടെൻറ്റിൽ വെച്ച് ഹവ്വാത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ചോദിച്ചു, ഹവ്വാത്ത് എന്തേ നിന്നെ ഇവിടെ കാണുന്നത്? ഇപ്പം പറഞ്ഞു, പ്രവാചകരെ ജമലുല്ലി ഷുറൂദ്, എൻ്റെ ഒട്ടകം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഒട്ടകത്തിൻ്റെ കയറ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് അന്വേഷിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവരോട് ചോദിക്കുകയാണ് ഇവിടെ ഉണ്ടോ എന്ന്. അള്ളാഹുവിൻ്റെ റസൂലിന് കാര്യം മനസ്സിലായി, ഇതെന്തോ തകരാറുണ്ട് ഇതിൽ. സുഹൃത പോയി തൻ്റെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഹവ്വാത്തിനോട് ചോദിക്കുന്നു, ഹവ്വാത്ത് യാ അബാ അബ്ദുല്ലാ അമ്മാ തറക ദാലികൽ ജമലു ഷറാത്ത് ബഅദ്, ആ ഊരിപ്പോയ ഒട്ടകത്തെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? ഹവ്വാത്തിനോട് ചോദിക്കുകയാണ്. സുഹൃതക്ക് അറിയാൻ പോയിട്ടില്ല. ഹവ്വാത്തിനെ ആക്കുകയാണ്, തമാശയിലൂടെ പഠിപ്പിക്കുകയാണ് എന്തിനാണ് ഈ കളവ് പറഞ്ഞത് എന്ന്. അപ്പോൾ ചോദിച്ചപ്പോൾ ഹവ്വാത്ത് മാറി. എന്ന് മാത്രമല്ല, ആ യാത്ര മദീനയിൽ നിന്ന് മക്കയിലേക്ക് തുടരുകയാണ്. തുടരുമ്പോൾ ഹവ്വാത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, എവിടെയൊക്കെ എൻ്റെ ഒട്ടകവും റസൂലുള്ളാഹിൻ്റെ ഒട്ടകവും കണ്ടുമുട്ടുന്നുവോ അപ്പോഴൊക്കെ ചോദിക്കുന്നു, യാ അബാ അബ്ദല്ലാ, അബാ അബ്ദല്ലാ, ആ ഓടിപ്പോയ ചാടിപ്പോയ ഒട്ടകത്തെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ എന്നോട് പറയണേ. പിന്നെ ഹവ്വാത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ ഒട്ടകം സ്പീഡ് കുറഞ്ഞാ വരുന്നതെങ്കിൽ ഹവ്വാത്ത് സ്പീഡ് കൂട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകം സ്പീഡ് കൂടുകയാണെങ്കിൽ ഹവ്വാത്തിൻ്റെ ഒട്ടകം സ്പീഡ് കുറക്കും. എന്തിനാ? ഈ ചോദ്യം സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മക്കയിലേക്ക് എത്തി പിന്നെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുകയാണ്. ആ നമസ്കരിക്കുന്ന വേളയിൽ ഹവ്വാത്ത് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഹവ്വാത്ത് ആ സമയത്ത് ഒറ്റയ്ക്ക് നിസ്കരിക്കുകയായിരുന്നു. നിസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ ശബ്ദം കേട്ടു.
പിന്നീട് റസൂലുള്ളാഹിയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ നിസ്കാരം ദീർഘിപ്പിക്കാൻ തുടങ്ങി, ആയത്തുകൾ പിന്നെയും ഓതാൻ തുടങ്ങി. അപ്പോൾ പിന്നിൽ നിന്ന് റസൂലുള്ളാഹി പറയാണ്, ഖവാത്തെ ലാ തുതവിൽ ഫഇന്നി അൻതളിർ, നീ വല്ലാതെ ദീർഘിപ്പിക്കൊന്നും വേണ്ട, ഞാൻ പിന്നെ തന്നെ കാത്തിരിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്. നിസ്കാരം കഴിഞ്ഞു. അപ്പോഴും ചോദിക്കുന്നു, യാ അബാ അബ്ദുല്ലാ അമ്മാ തറക ദാലികൽ ജമൽ ഷറാദ് ബഅദ്, ആ ഊരിപ്പോയ ചാടിപ്പോയ ഒട്ടകത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടി? പിന്നെയും ചോദിക്കുകയാണ്. ഇയാൾ അദ്ദേഹം കുടുങ്ങിപ്പോവുകയാണ്. അവസാനം അദ്ദേഹം പറയാണ്, പ്രവാചകരെ, വല്ലദി ബഅസക ബിൽ ഹഖ്, താങ്കളെ അയച്ച അല്ലാഹു തന്നെയാണ് സത്യം, മാ ശറദ മുൻദു അസ്ലംത്, ഞാൻ മുസ്ലിമായ കാലം തൊട്ട് എൻ്റെ ഒട്ടകം എവിടത്തേക്കും പോയിട്ടില്ല. നോക്കൂ നിങ്ങൾ, അവസാനം ആ സത്യം പറയണം. റസൂലുള്ളാഹി പറയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലേ? ആ സഹാബിയെ ശിക്ഷണം കൊടുക്കുകയാണ് തമാശയിൽ. വേദനിപ്പിച്ചിട്ടില്ല, ശിക്ഷിച്ചിട്ടില്ല. എങ്ങനെയാണ് നന്നാക്കിയത്? തമാശയിലൂടെ നന്നാക്കി. ഇതാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തമാശ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ വിഷയം മക്കയിൽ നിന്ന് മദീനയിലേക്കോ അതല്ല മദീനയിൽ നിന്ന് മക്കയിലേക്കോ രണ്ട് രീതിയിലാണ് വന്നത്. ഏതായിരുന്നാലും ആ ചരിത്ര സംഭവത്തിലെ ആ പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. തമാശകളാകാം, സദസ്സ് നോക്കിയിട്ട്, അനുവദിക്കപ്പെട്ട കാര്യം നോക്കിയിട്ട്, കുടുംബക്കാരെയും മക്കളെയും നന്നാകാനുള്ള സംസ്കരണത്തിനും തർബിയത്തിനും വേണ്ടി നമ്മൾക്ക് തമാശയാകാം. പക്ഷേ ഇത് അമിതമായി നമ്മുടെ ഖൽബ് മരിക്കാൻ പാടില്ല, അശ്രദ്ധയിലേക്ക് എത്താൻ പാടില്ല. ദീനിനെക്കുറിച്ച് എപ്പോഴും ശ്രദ്ധിക്കണേ. നമ്മുടെ നാവിൽ നിന്ന് സ്വർഗത്തെക്കുറിച്ച് തമാശ, നരകത്തെക്കുറിച്ച് തമാശ, ദീനുള്ളവരെ കാണുമ്പോൾ തമാശ, അള്ളാൻ്റെ ചിഹ്നങ്ങളോട് തമാശ, ഇതൊക്കെ നമ്മൾ കാഫിറായി നരകത്തിലേക്ക് എത്തിപ്പോകുന്ന ഒരവസ്ഥയാണ്. അള്ളാഹുവിൻ്റെ ഈ വചനം, ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ ഇനി ആരും ഒരു കാരണവും പറയണ്ട, നിങ്ങൾ കാഫിറായിരിക്കുന്നു. അതല്ല അള്ളാഹ് പറയുന്നത്, ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾക്ക് അള്ളാഹ് ഈമാൻ തന്നതിന് ശേഷം നിങ്ങൾ കാഫിറായി പോയല്ലോ എന്നാണ് പറയുന്നത്. അത് ഞാനാകാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമ്മെ കാക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മളിൽ സംഭവിച്ചു പോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും സർവ്വ മുസ്ലിമീങ്ങളെയും അല്ലാഹു തആല കാക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് മാർച്ച്